ഹോർമുസ് കടലിടുക്ക് ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ ശ്രമിച്ചാൽ മേഖലയിലെ മുഴുവൻ എണ്ണവാതക പ്ലാന്റുകളും തകർക്കുമെന്ന് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ കത്തായിഫ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പവർ പ്ലാന്റ് ഭീഷണിക്ക് പിന്നാലെയാണ് മേഖലയിലെ ഊർജ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്ന് ഖത്തായിഫ് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ അബു ഹുസൈൻ അൽ ഹമിദാബി പ്രഖ്യാപിച്ചത്. ഒന്നുകിൽ എല്ലാവർക്കും സുരക്ഷയും ഐശ്വര്യവും, അല്ലെങ്കിൽ ആർക്കും അത് വേണ്ട. അങ്ങനൊരു ഭീഷണിയാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ആഴ്ചയായി തുടരുന്ന യുദ്ധത്തിൽ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ അൽ ഹമിദാബി അപലപിച്ചു. ഹോർമുസ് കടലിടുക്ക് ശത്രുക്കൾക്കായി തുറന്നു കൊടുക്കില്ലെന്നും ബലപ്രയോഗത്തിന് മുതിരുന്നവർ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം പഴയ നിലയിലേക്ക് ഇനി മടങ്ങില്ലെന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി അവിടെ പഴയ സ്വാധീനം ഉണ്ടാവില്ലെന്നും ഇറാൻ നേവി വ്യക്തമാക്കി. പേർഷ്യൻ ഗൾഫിൽ പ്രാദേശിക ശക്തികളുടെ നേതൃത്വത്തിൽ പുതിയ സുരക്ഷാ ക്രമീകരണം നിലവിൽ വന്നതായും നേവി കമാൻഡ് അറിയിച്ചു. അതേസമയം ഏപ്രിൽ 6 ട്രംപ് നിശ്ചയിച്ച സമയപരിധി അവസാനിക്കാനിരിക്കെ ഇറാന്റെ പവർ പ്ലാന്റുകൾക്കും പാലങ്ങൾക്കും നേരെ കടുത്ത വ്യോമാക്രമണം നടത്താൻ USഉം ഇസ്രായേലും തയ്യാറെടുക്കുന്നതായാണ് വിവരം. എന്നാൽ ഒമാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ 45 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനായുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് സായുധ ഗ്രൂപ്പുകൾ ഭീഷണിയുമായി രംഗത്തെത്തിയത് ഗൾഫ് മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നു. ഇറാന്റെയും ഇറാഖിലെ സംയുക്ത സംഘങ്ങളുടെയും സംയുക്ത നീക്കം അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. എണ്ണക്കടത്ത് തടസ്സപ്പെട്ടതോടെ ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഇത് തടയാൻ സൈനിക നീക്കം നടത്തിയാൽ മേഖലയിലെ എണ്ണ പ്ലാന്റുകൾ തകർക്കുമെന്ന ഖത്തായിഫ് ഹിസ്ബുള്ളയുടെ ഭീഷണി അമേരിക്കയെ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ട്രംപ് എന്ത് തീരുമാനമെടുക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ലോകത്തിൻ്റെ സാമ്പത്തിക ഭാവിയും സുരക്ഷയും. ചർച്ചകളിലൂടെ പരിഹാരം കണ്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ലെബനനിലേക്കുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കണമെന്നും ഖത്തായിഫ് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ പുതിയ മാറ്റങ്ങൾ പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനം കുറയ്ക്കുമെന്നും ഇറാൻ നേവി ആവർത്തിച്ച് പറയുന്നതും ശ്രദ്ധേയം. സമാധാനപരമായ ചർച്ചകൾക്ക് US തയ്യാറാകുമോ, അതോ പവർ പ്ലാന്റ് ഡേ എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും കടുത്ത ആശങ്കയിലാണ് പശ്ചിമേഷ്യ. അതേസമയം ഏപ്രിൽ 6 ട്രംപ് നിശ്ചയിച്ച സമയപരിധി അവസാനിക്കാനിരിക്കെ ഇറാന്റെ പവർ പ്ലാന്റുകൾക്കും പാലങ്ങൾക്കും നേരെ കടുത്ത വ്യോമാക്രമണം നടത്താൻ USഉം ഇസ്രായേലും തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഒമാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ എങ്ങനെയെങ്കിലും വെടിനിർത്താനുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നു. എന്തായാലും ഇറാന് അനുകൂലമായി പുതിയ ഒരു ഗ്രൂപ്പ് കൂടി രംഗത്ത് വന്നിരിക്കുന്നു. ഖത്തായിഫ് ഹിസ്ബുള്ള, ഇറാഖിലെ ഖത്തായിഫ് ഹിസ്ബുള്ള യുദ്ധം അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അന്തിമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇറാനും USഉം.